ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ സീരിയസ് കേടിയാറിലേക്ക് സ്വാഗതം 2.0. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ചാനലത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും ഈ ചാനൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഈ ചാനൽ പോകണമെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ ഈ ചാനൽ എടുക്കുന്നത് ഈ ചാനൽ നമ്മൾ ഗെയിമിങ്ങിനോടാണ് നമ്മൾ നേരെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മൾ ഇന്നത്തെ വിടുന്നത് ഇതെൻ്റെ സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പണിയാൻ വേണ്ടിയുള്ള ചെറിയ കുഞ്ഞു പരിപാടിയാണ്. ഇത് ഞാൻ ഇന്നലെ സെറ്റാക്കിയാണ്. ഇത്രയും നമ്മുടെ ഇത് കണ്ടോ, ഇത് തുറക്കാനൊക്കെ പറ്റും. ഇതിനകത്ത് കുറച്ചും കൂടെ പരിപാടിയുണ്ട്. ഇതിനകത്ത് അത് കുറച്ച് പരിപാടി ചെയ്യണം. പിന്നെ അതുപോലെ ഇത് മുന്നോട്ടായിട്ടുണ്ട്, ഇത് കൂടെ ശരിയാക്കണം. പിന്നെ നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പരിപാടിയും കൂടെ ചെയ്യണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെ ഒറ്റൊരെണ്ണേ ഉള്ളൂ. ഇത് സ്വിച്ച് ബോർഡ് ഒറ്റൊരെണ്ണേ ഉള്ളൂ. നമ്മൾ ഒരെണ്ണം കൂടെ അങ്ങ് ആഡ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ആഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത് അറിയാവുന്നവർക്ക് ഈ വീഡിയോ വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാവോ, ഫോണൊക്കെ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ടൂൾസ് എടുക്കാം. ഓക്കെ, ഇതിനകത്ത് സ്വിച്ച് വേണം കേട്ടോ. ഓക്കെ, സ്വിച്ച് വേണം, പിന്നെ ഇതിനെ പറ്റിയ ഇതും വേണം. പിന്നെ നമുക്ക് വേണ്ട ഇതും വേണം, നമ്മുടെ പില്ലറ്. ഓക്കെ, ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ഫസ്റ്റത്തെ പരിധി എന്ന് പറയുമ്പോൾ ഇതാട്ടോ. നമ്മൾ ഇപ്പം സ്വിച്ച് ഓഫാണ്, അങ്ങോട്ട് എർത്ത് വരും. നമുക്ക് വേണ്ട ഇതൊന്ന് ഓഫാക്കാം. ഓഫാക്കി കഴിയുമ്പം കണ്ട് ഇതുണ്ടോ, പുറത്തെ സാധനം വെച്ച് തെള്ളിയും കൊടുക്കാം. തെള്ളി വരുന്നില്ല, നമുക്ക് പരിപാടി ചെയ്യാം. തള്ളിയിട്ട് വരുന്നില്ല, നമുക്ക് വേണ്ട ഇതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് കണക്ഷൻ എടുക്കാം. ഓക്കെ ഗൈസ്, കണ്ടോ നമ്മുടെ ഇതിൻ്റെ അടിഭാഗമാണ്. ഓക്കെ, നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ തന്നെ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കണക്ഷൻ. ഇത് നമ്മുടെ ലൈറ്റിൻ്റെ ആട്ടോ, ഈ ലൈറ്റിൻ്റെ സ്വിച്ചാണിത്. ഈ ലൈറ്റിൻ്റെ അവിടെ നിന്നൊരു കറണ്ടിലോട്ട് പോകുന്ന വരെ നേരെ എടുത്ത് നമുക്ക് ഈ സ്വിച്ചിലോട്ട് കൊടുക്കണം. ഈ സ്വിച്ചിൽ നിന്ന് നേരെ ഈ ഒരു പ്ലഗിലോട്ട് കൊടുക്കണം. അവിടുന്ന് നേരെ നമുക്ക് വേണ്ട ഫ്രണ്ടിലത്തെ ലൈറ്റിലോട്ട് നേരിട്ട് പോകുന്ന ലൈറ്റ് ഉണ്ട്, അതിനകത്തോട്ട് ആ കറണ്ട് പോകുന്ന വഴി കൂടെ ഈ എടുത്തിട്ട് നേരെ കൊടുക്കണം. അപ്പോൾ അടുത്ത വേണമെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് ഇതൊന്ന് ഊരെടുക്കാം. ഇതൊന്ന് ഊരെടുത്തിട്ട് ഇത് മാറ്റിയിട്ട് നമുക്ക് അല്ലേ നമുക്കെടുത്തിട്ട് വേണ്ടേ ഈ വയറിനായിട്ട് നമുക്ക് വേണ്ട കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേണ്ട ഈ വയറായിട്ട് നമുക്ക് നേരെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നമുക്ക് തന്നെ മറ്റേ വയർ അവിടെ നിന്ന് അവിടെ ഇട്ടങ്ങ് മുറുക്കാം. ഓക്കെ, ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഗ്രൗണ്ട് ഇത് ഗ്രൗണ്ട് അല്ല കേട്ടോ, മറ്റേതാ ഗ്രൗണ്ട്. ഇത് ഏതായിരുന്നു പ്ലസ്. ഓക്കെ, ഈ പ്ലസ്സിന് നേരെ നമുക്ക് മോഡ് കൊടുക്കാം. നമുക്കൊന്ന് ടൈറ്റാക്കി മുറുക്കി കൊടുക്കുന്നുണ്ട്. എന്താ പോകാത്തെ? ഓക്കെ, ഇവിടെ ആയിട്ട് അങ്ങ് മുറുകി കൊടുക്കാം. ഇത് നമ്മൾ നേരെ ഇങ്ങോട്ട് കൊടുക്കുക. അത്ര ഉള്ളു. ഈ വയറ് ഓക്കെ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് എടുക്കാം. ഗ്രൗണ്ട് നേരെ
നമ്മളിപ്പോൾ ഇതിൻ്റെ സ്വിച്ചിലോട്ട് കൊടുക്കാം. അതായത് ഇത് നമ്മുടെ പ്ലഗിൻ്റെ സ്വിച്ച്. ഇത് ഓക്കെ, ഈ പ്ലഗിൻ്റെ സ്വിച്ചിനകത്ത് മണ്ടയ്ക്ക് കാണുന്നതാണ് ഇവിടെ ഇങ്ങോട്ട് പോകുന്നത്. നമ്മുടെ നേരെ കറണ്ടിലോട്ട് പോകുന്ന കറണ്ട് എന്നുള്ള ഒരു പ്രസ്സിങ് കൊടുക്കുക. ഓക്കെ, അതെടുത്ത് കാണാം. എൻ്റെ ഈസ് അപ്പോൾ ഇത്ര നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട 2 വയർ കിട്ടി. 2 വയർ കിട്ടി. അടുത്തെന്ന് പറയുമ്പോൾ ഓക്കെ, അടുത്ത പരിപാടി അടുത്ത വഴി നമുക്ക് വേണ്ടി ഇതിനകത്തോട്ട് കൊടുക്കണം വയർ. ഓക്കെ, അത് കൊടുക്കാൻ സിമ്പിളാണ്. നമ്മുടെ വേണ്ടേ ഈ ഒരു പ്ലസ്സിനകത്തുള്ള വരുന്ന വയറ് നേരെ വേണ്ട പ്ലസ്സിനകത്ത് വരുന്ന വയറ് നേരെ ഇങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത മൈനസിനകത്ത് വരുന്ന വയറ് നമുക്ക് നേരെ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഈ സ്വിച്ച് ഇട്ടാൽ 2 എണ്ണം വർക്കാവും. അപ്പോൾ നമുക്ക് ആ രീതി വേണ്ട. നമുക്ക് ഇവിടെ സ്വിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സ്വിച്ച് കൊടുക്കുമ്പം ഇവിടുന്ന് നേരെ ഒരു വേറെ സ്വിച്ചിലോട്ടും അവിടുന്ന് നേരെ ഇങ്ങോട്ട് പ്ലഗിലോട്ടും. അത്രയുള്ള ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം ബാക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ടേ സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറണ്ട് വരുന്ന മൈനസ് തരാം. നമുക്ക് അത് സൈഡിലോട്ട് കൊടുക്കണം. ഈ സൈഡിലേക്ക് എപ്പോഴും പ്ലസ് വരുന്നുള്ളത്. ഓക്കെ, ഇവിടുന്ന് നേരെ പ്ലസ്സിൽ നേരെ സ്വിച്ചിലോട്ട് സ്വിച്ചിൽ നിന്ന് നേരെ നമുക്ക് ഇവിടോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫിറ്റ് ചെയ്യാതെ ഗൈസ് 8ൻ്റെ പണി കിട്ടി, 16ൻ്റെ പണി കിട്ടി. യെസ് ഓഫ് കോഴ്സ് ഗൈസ്, ഇതിൻ്റെ നീളം കുറഞ്ഞു പോയി. ഇതിൻ്റെ നീളം കുറഞ്ഞു പോയി ഗൈസ്. പണിപ്പാടി. ഓക്കെ, വയറിന് നീളമൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടോട്ട് അങ്ങ് ഉറപ്പിക്കാനൊന്നുമില്ല, സിമ്പിളാണ്. ഇത് ഉറപ്പിച്ചിട്ടില്ലവേ ഗൈസ്. അപ്പം നമ്മുടെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, നമുക്ക് നല്ല സ്ക്രൂ ചെയ്തിട്ടുണ്ടേ. സ്വിച്ചിന് കഷം മാറിപ്പോയിട്ട് ചെറുതായിട്ട് കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളതിന് എല്ലാവരും മാക്സിമം കുറച്ചൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക ഗൈസ്. ഇല്ലെങ്കിൽ കൊച്ചു പിള്ളേരൊന്നും പഠിക്കാൻ പറ്റില്ല. കൊച്ചു പിള്ളേർ തന്നെയാണ്, പക്ഷെ എന്നാലും അതൊക്കെ അമ്മമാരൊക്കെ ഉള്ള സമയത്ത് ഇരുന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അറിയാത്തവർക്കല്ല, അറിയാത്തവർക്കായിരിക്കും, അറിയാത്തവർക്കുള്ള വീഡിയോ ആണിത്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മറ്റേ കാണുന്നതായിരിക്കും. It's me, Garage. It's me, Chris.